സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ക്രിസ്തുമസ് ദിവസമാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ ഒരു വിശിഷ്ട ദിനമായിട്ട് നമ്മൾ ലോകമെമ്പാടും ആചരിക്കുന്ന ഒരു ദിവസം. ക്രിസ്മസിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് ലയനാൻ സാറിൽ നിന്ന് കേൾക്കാം. അതിനുശേഷം ക്രിസ്മസിൻ്റെ ചരിത്രവും ഇതുവരെയുള്ള ആ ഒരു കാലക്രമങ്ങളെക്കുറിച്ചൊക്കെ ഓമന ടീച്ചറിൽ നിന്നും കൂടെ നമുക്ക് കേൾക്കാം. ലയനാൻ സാർ, യു ആർ വെൽക്കം. ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത്യധികമായ സന്തോഷത്തോടുകൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ നൽകുകയാണ്. സർ, ഇന്ന് ലോകം യേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. നീണ്ട പ്രത്യേകതയുള്ള കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്മസായി നാം ആഘോഷിക്കുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചിന്തകൾ ഉണർത്തുന്ന ആഘോഷമാണ് ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുദേവന്റെ ജന്മദിനം നമുക്ക് ഏവർക്കും ഒന്നു ചേർന്ന് ആഘോഷിക്കാം. ആ ആഘോഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നൽകുന്നു. ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ ലയനാൻ സാറിൻ്റെ ഉത്തരം നമ്മുടെ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം തരികയാണ്. എല്ലാവർക്കും നല്ലൊരു സന്തോഷപ്രദമായ പുതുവർഷം ഉണ്ടാകട്ടെ എന്നും കൂടെ ഈ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ഉദ്ദേശിക്കാം. സോമന ടീച്ചറിൽ നമുക്ക് തുടർച്ചയായിട്ട് ക്രിസ്മസിനെ കുറിച്ചുള്ള കുറച്ചും കൂടെ വിവരണങ്ങൾ കേൾക്കാം. എങ്ങനെയാണ് ക്രിസ്മസിൻ്റെ ജനനം എന്നുള്ളത് തൊട്ട് സോമന ടീച്ചർ. ഓക്കെ, ക്ലാസ് എടുക്കാല്ലേ സർ? PPT വിത്ത് എടുത്തു. യെസ് യെസ്, ഓക്കെ. അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് പറയാം, ഏതാ വേണ്ടതെന്ന് അറിയത്തില്ല. PPT ചെയ്തോളൂ, കുഴപ്പമില്ല. ഒരു ശാന്തമായ സമയത്ത് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് തന്നെ അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ വലിയ കാര്യങ്ങൾ പഠിക്കാനല്ല, ഹൃദയത്തെ അല്പം ശാന്തമാക്കാൻ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. PPT ഷെയർ ചെയ്യട്ടെ സർ? ഓക്കെ. എല്ലാവർക്കും സ്വാഗതം. എസ്പെഷ്യലി ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്ന സാബു സാറിന് നന്ദി പറയുന്നു. കൂടാതെ പതിവ് പോലെ എൻ്റെ പേരൻസിനും ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദം. ക്രിസ്മസ് മ്യൂസിങ്സ് ആണ് നമ്മൾ ഇന്ന് ക്രിസ്മസിനെ പറ്റിയാണ് ചിന്തിക്കാൻ പോണത്. ക്രിസ്മസിൻ്റെ മീനിങ്, ഒറിജിൻ, എറ്റിമോളജി ആൻഡ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഈ സ്ലൈഡ് ഫോട്ടോ കാരണം കാണത്തില്ല. If you want to experience the true meaning of Christmas, give something to someone who can offer nothing in return. ക്രിസ്മസ് ഒരു ആഘോഷം മാത്രമല്ല, അത് മനുഷ്യരാശിക്കുള്ള ഒരു സന്ദേശമാണ്. വാട്ട് ഈസ് ക്രിസ്മസ്? യേശു ക്രിസ്തുവിൻ്റെ ജനനം സ്മരിക്കുന്ന ദിവസം. സെലിബ്രേഷൻ ഓഫ് ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഒബ്സർവ്ഡ് ഓൺ 25th December വേൾഡ് വൈഡ്. എ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ്, ലൈറ്റ്, ലവ് ആൻഡ്
റിന്യൂവൽ. സ്നേഹം, കരുണ, പ്രതീക്ഷ, പുതുജീവൻ ഇവയാണ് ഈ ദിനത്തിന്റെ ആത്മാവ്. ഞാൻ പണ്ടൊക്കെ വിചാരിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡിസംബർ 25 തന്നെ എല്ലാ കൊല്ലവും 25-ാം തീയതി ക്രിസ്മസ് വരുന്നത്. അപ്പം ക്രിസ്മസ് എന്ന വാക്ക് വരുന്നത് എവിടുന്നാന്ന് നമുക്ക് നോക്കാം. എറ്റിമോളജി ഓഫ് ക്രിസ്മസ്. ഈ റിബൺ ഇവിടുന്ന് മാറ്റാൻ വഴിയുണ്ടോ സാർ? റിബൺ വലിച്ചു മാറ്റിയാൽ മതി. എടുത്ത് അന്നേരം അടുത്ത സ്ലൈഡിങ് വരും തൊടുമ്പോൾ. വായിക്കാൻ പറ്റുന്നില്ലേ? എറ്റിമോളജി ഓഫ് ക്രിസ്മസ് അത് വായിക്കാനും പറ്റുന്നില്ല. റിബണ. Old English, the Christus Mosses, the Mass of Christ. Mass is a worship service, meaning a holy celebration remembering the birth of Christ. ക്രിസ്മസ് എന്ന പദം വന്നത് ക്രിസ്റ്റസ് മാസെ എന്ന പഴയ ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ്. അർത്ഥം ക്രൈസ്റ്റിന്റെ മാസ് അഥവാ ക്രിസ്തുവിനെ സ്മരിക്കുന്ന ആരാധന. വൈ ഈസ് ക്രിസ്മസ് ഡേ ഓൺ ദ 25th ഡിസംബർ? എന്തുകൊണ്ടാണ് ഈ ഡിസംബർ 25 തന്നെ ക്രിസ്മസ് വരുന്നത്? ഒരു സാധാരണ ചോദ്യമാണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ എല്ലാ 25-ാം തീയതിയും വരുന്നത് ക്രിസ്മസ്. യേശു ശരിക്കും 25-ാം തീയതിയാണോ ജനിച്ചത്? അങ്ങനെ വല്ല ഉറപ്പുമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുന്നു. ബൈബിൾ കൃത്യമായി തീയതി പറയുന്നില്ല. ക്രിസ്മസ് ഒരു തീയതിയേക്കാൾ വലിയ സന്ദേശമാണ്. ഇരുട്ടിൽ വെളിച്ചം വന്ന ദിവസം. എക്സിസ്റ്റിംഗ് ഫെസ്റ്റിവൽസ്, ട്രഡീഷൻസ്, ക്രിസ്ത്യൻ മീനിങ്, ഗോഡ് എൻറ്ററിങ് ഹ്യൂമൻ ഹിസ്റ്ററി. നാറ്റിവിറ്റി സ്റ്റോറി. Birth during the Roman Empire, Bethlehem, prophecy fulfilled, simple beginnings, profound history. യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് റോമൻ എംപയറിന്റെ കാലഘട്ടത്തിലാണ്. പ്രവചനങ്ങളുടെ നിറവേറ്റലായി വിശ്വാസികൾ കാണുന്നു. ലളിതമായ ഒരു ബിഗിനിങ് ആണ്, മനുഷ്യ ചരിത്രത്തെ ആഴത്തിൽ മാറ്റിമറിച്ചു. നാറ്റിവിറ്റി സ്റ്റോറി. മറിയവും യോസേപ്പും ബെത്ലഹേമിലേക്കുള്ള യാത്രയിലാണ് തുടങ്ങുന്നത്. ഇതിന്റെ തുടക്കം അവിടെയാണ്. സത്രത്തിൽ താമസ സ്ഥലം കിട്ടുന്നില്ല. ലളിതമായ ഒരു തൊഴുത്ത്, അവിടെയാണ് ജനനം നടക്കുന്നത്. ദൂതന്മാർ ഇടയന്മാരാണ്, നക്ഷത്രത്തെ പിന്തുടർന്ന് ജ്ഞാനികളും. അതിൻ്റെ സിമ്പിൾസിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. ക്രിസ്മസിന്റെ ഓരോ ഘടകവും ഒരു സന്ദേശമാണ്. നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ദൈവിക മാർഗനിർദ്ദേശം. ഇടയന്മാര് ലാളിത്യവും വിനയവും. മാഗി വിസ്ഡം, ജ്ഞാനികൾ സത്യം തേടുന്ന ജ്ഞാനം. ഗോശാല ദൈവത്തിൻ്റെ മഹത്തായ വിനയം. ഇവയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആയത് ഏതാണ്? ഇപ്പം നമ്മൾ കണ്ട ഈ സിമ്പിൾസിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് ഏതാണ്? ഇന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. Meaning of Christmas. In today's day and time, it is easy to lose sight of the true meaning of Christmas and one special night.
ഈ വലതുവശത്തുള്ള ഒന്ന് വായിക്കാമോ സാറേ? ലവ് മെയ്ഡ് വിസിബിൾ, കമ്പാഷൻ, കൈൻഡ്നസ്, ഫോർഗീവ്നെസ് ആൻഡ് സ്പിരിച്വൽ റീബർത്ത്. ഈ സ്ലൈഡിൽ എഴുതി കാണിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്മസ് ഒരു ദിവസമല്ല, സ്നേഹം കാണാവുന്ന രൂപത്തിലേക്ക് വരുന്നതാണ്. കരുണയും ദയയും ക്ഷമയും അകത്തുള്ള മനുഷ്യൻ പുതുക്കപ്പെടുന്ന ദിവസമാണ്. ജീസസ് ടീച്ചിങ്സ് കോർ വാല്യൂസ്: ലവ് യുവർ നൈബർ, ഫോർഗീവ്നെസ്, സർവീസ്, പീസ് മേക്കിംഗ്, justice and equality. Glorifying Jesus, praying dependently, living biblically, growing together, healing brokenness, reaching out, serving generously. ഇവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്ദേശം ഒരു മതപാഠമല്ല, ഒരു ജീവിത പാഠമാണ്. ഈ സ്ലൈഡ് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സ്ലൈഡിലേക്കൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഇവയെല്ലാം ജീവിതത്തിന്റെ മൂല്യങ്ങളാണ്. ക്രിസ്മസ് നമ്മോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മൾ കുറച്ചുകൂടി മനുഷ്യരാകുന്നുണ്ടോ? ദ എസൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് റിലീജിയൻ ബട്ട് ട്രാൻസ്ഫോർമേഷൻ. ഡോണ്ട് അണ്ടർവാല്യൂ യുവർസെൽഫ്. God loves you. Your worth is what you are worth to God. Jesus died for you. You are of infinite value. ഓരോ മനുഷ്യനും വിലയുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ജീവിതത്തിനും അർത്ഥമുണ്ട്. വിശദമായി ഓർക്കാം. From birth to crucifixion journey. Jesus' life mission: to uplift humanity, message of justice and compassion, questioned existing authorities. Crucifixion was a political plus spiritual event. Christ challenged systems, not individuals. ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു യാത്രയായിരുന്നു. മനുഷ്യനെ ഉയർത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ന്യായത്തിൻ്റെയും കരുണയുടെയും സന്ദേശം ചില വ്യവസ്ഥകളെ അസ്വസ്ഥമാക്കി. അതിനാൽ തന്നെ ക്രൂശിച്ചു. മതപരമായും സാമൂഹികവുമായ ഒരു സംഭവമായി. ക്രിസ്തു വ്യക്തികളെയല്ല, അനീതിയായ സംവിധാനങ്ങളെയാണ് ചോദ്യം ചെയ്തത്. ക്രൂസിഫിക്ഷൻ: സാക്രിഫൈസ്, അൺകണ്ടീഷണൽ ലവ്, ഹോപ്പ് ബിയോണ്ട് സഫറിങ്. ദ ക്രോസ് represents the cost of truth. ക്രൂശിക്കൽ ഒരു ക്രൂര ശിക്ഷയായിരുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അത് വെറുമൊരു മരണം അല്ല, സത്യം പറയാനുള്ള വിലയായിരുന്നു. ഇവിടെ നമുക്ക് ദുഃഖം വേണ്ട. ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രതീക്ഷയാണ്. റിസറക്ഷൻ, ബ്രീഫ് മെൻഷൻ: symbol of victory over death, new life, eternal hope. ക്രിസ്മസിന്റെ അന്തിമ സന്ദേശം ദുഃഖമല്ല, പ്രത്യാശയാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് യേശു മരണത്തിൽ അവസാനിച്ചില്ല എന്നാണ്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് മരണത്തിനുമപ്പുറം പ്രത്യാശ ഉണ്ടെന്ന സന്ദേശമാണ് ക്രിസ്മസിന്റെ അന്തിമ സന്ദേശം. ദുഃഖമല്ല, പ്രത്യാശയാണ്. റിലീജിയൻ വേഴ്സസ് സ്പിരിച്വാലിറ്റി. റിലീജിയൻ ബിൽഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പിരിച്വാലിറ്റി ട്രാൻസ്ഫോംസ് ഇൻഡിവിജ്വൽസ്. മതം സ്ഥാപനങ്ങളെ വികസിപ്പിക്കുന്നു, ആത്മീയത മനുഷ്യനെ അകത്തു നിന്ന് മാറ്റുന്നു. How Christmas evolved. Medieval era, feasting and carols. 19th century, Christmas tree, Germany. Santa Claus, traditions. Modern era, a global festival transcending religion. The history of Christmas. കാലക്രമേണ
ക്രിസ്തുമസ് ആചാരങ്ങളിലും ആഘോഷ രീതികളിലും മാറ്റം വരുത്തി. മധ്യകാലത്ത് ഇത് ആരാധനയുടെയും കൂട്ടായ്മയുടെയും ദിവസമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും ജനകീയമായി. ഇന്നത് മതപരിധികൾ കടന്ന് മനുഷ്യ സ്നേഹത്തിന്റെ ഉത്സവമായി മാറിയിരിക്കുന്നു. സാന്റാക്ലോസ് ഒറിജിൻസ് based on St. Nicholas, a 4th century bishop known for generosity. Dutch influence. Sinterklaas, Santa Claus, today symbol of goodwill and giving. അടിസ്ഥാനം 4-ാം നൂറ്റാണ്ടിലെ സെന്റ് നിക്കോളാസ് എന്ന ബിഷപ്പാണ്. ദാനശീലവും കരുണയും അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. ഡച്ച് സംസ്കാരത്തിൽ സിൻഡർക്ലാസ് എന്ന പേര് മാറി. സാന്റാക്ലോസ് എന്ന പേര് ക്രമേണ മാറി. ഇന്ന് സ്നേഹത്തിന്റെയും ദാനത്തിന്റെയും പ്രതീകമാണ് സാന്റാക്ലോസ്. ക്രിസ്മസ് സിംബിൾസ് ആൻഡ് ദർ മീനിങ്. ക്രിസ്മസിന്റെ സിംബിൾസിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ട്രീ, എവർ ലാസ്റ്റിംഗ് ലൈഫ്. ഈ ചിഹ്നങ്ങൾക്കൊക്കെ ആഴമുള്ള അർത്ഥമാണുള്ളത്. മരം എന്നത് ശാശ്വത ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. സ്റ്റാർ, ഹോപ്പ്, പ്രത്യാശ. ലൈറ്റ്സ്, ക്രൈസ്റ്റ് ആസ് ദ ലൈറ്റ്, ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു. ഗിഫ്റ്റ്സ്, സ്നേഹവും ദാനശീലവും, ലവ് ആൻഡ് ജനറോസിറ്റി. ക്രിസ്മസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മതാഘോഷം മാത്രമല്ല, ഇതൊരു സാമൂഹിക അനുഭവമാണ്. മതഭേദങ്ങൾക്കപ്പുറം മനുഷ്യരെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ക്രിസ്മസ്. ഡീപ്പർ മെസ്സേജ് ഓഫ് ക്രിസ്മസ്. ക്രിസ്തുവിന്റെ ആഴത്തിലുള്ള സന്ദേശം. പീസ് ഓവർ കോൺഫ്ലിക്റ്റ്, ലവ് ഓവർ ഹേറ്റ്രഡ്, ഗിവിംഗ് ഓവർ ടേക്കിംഗ്, ഹ്യൂമിലിറ്റി ഓവർ പ്രൈഡ്, God becoming accessible to humanity. Christ-like means light, not heavy. ക്രിസ്തുവിന്റെ ആഴത്തിലുള്ള സന്ദേശം നമുക്ക് നോക്കാം. ഇതൊരു ആശയമല്ല, ഒരു ജീവിത മാർഗമാണ്. സംഘർഷത്തിനു മേൽ സമാധാനം, വൈരത്തിനു മേൽ സ്നേഹം, സ്വീകരിക്കുന്നതിനു മേൽ നൽകൽ, അഹങ്കാരത്തിനു മേൽ വിനയം. ക്രിസ്തുമസിൽ ദൈവം മനുഷ്യരുടെ അടുത്തേക്ക് വരുന്നതാണ്, അകലെ നിന്നല്ല. ക്രൈസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ പാപഭാരം ചുമക്കലല്ല. എന്താണ് പാപഭാരം? അഹങ്കാരം, ലാഭലോഭം, കോപം എന്നിവ വിട്ടൊഴിക്കലാണ്. മീൻസ് വി മസ്റ്റ് ബി വെരി ലൈറ്റ്. ആ സ്ലൈഡ് ഒന്ന് വായിക്കാം സർ. ആ കറുപ്പ്. Christmas is the time to touch every heart with love and care. Christmas is a time to receive and send blessings. It is a time to breathe the magic in the air. And wishing you a very Merry Christmas. Thank you. The universal significance of the birth of Jesus Christ. ഇന്ന് 160-ലേറെ രാജ്യങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. കാരണം ഇതൊരു മതാഘോഷമല്ല, മനുഷ്യ മൂല്യങ്ങളുടെ ആഘോഷമാണ്. ഇത് ഒരു വിശ്വാസത്തിന്റെ മാത്രം ഉത്സവമല്ല, മനുഷ്യരായ എല്ലാവർക്കും ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. ക്രിസ്മസ് ബിലോങ്സ് ടു ഹ്യൂമാനിറ്റി. കൈൻഡ്നസ് അറ്റ് ക്രിസ്മസ്. കമ്പാഷനേറ്റ് ആക്ഷൻ, തോട്ട്ഫുൾനെസ്, സ്മോൾ ആക്ട്സ് വിത്ത് ബിഗ് ഇംപാക്ട്. ക്രിസ്മസിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം ദയയാണ്. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ചെറിയ കരുണാപൂർണമായ പ്രവൃത്തികൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് പറയുന്നത്,
ക്രിസ്മസിലെ ഏറ്റവും നല്ല സമ്മാനം വാങ്ങുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് നൽകുന്നതാണ്. ഒരു ആക്ടിവിറ്റി ചെയ്യാം എല്ലാവർക്കും. എനിക്ക് എല്ലാവരെയും കാണത്തില്ല. റൈറ്റ് ഡൗൺ വൺ പേഴ്സൺ യു വിൽ ഷോ കൈൻഡ്നസ് ടു ദിസ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന് നമ്മൾ ദയ കാണിക്കാൻ, ഓരോരുത്തരും നമ്മൾ ദയ കാണിക്കാൻ പോകുന്ന ഒരാളുടെ പേരെഴുതുക. കടലാസിൽ എഴുതണമെന്നില്ല, മനസ്സിലെഴുതിയാലും മതി. എഴുതിയോ? ഓക്കെ. വൈ ദാറ്റ് പേഴ്സൺ, എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്തത്? സ്വയം ഒന്ന് ചിന്തിക്കണം. വലിയ കാര്യമൊന്നും വേണ്ട, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? പേര് പറയണമെന്നില്ല, ചെയ്യാൻ പോണത് എന്താണെന്ന് അവ്യക്തമായിട്ട് പറഞ്ഞാലും മതിയല്ലോ, നിർബന്ധമില്ല. ഞങ്ങൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, ഒരുപോലെ കാണുന്നു എല്ലാവരെയും. താങ്ക് യു സർ. ഉലയണ്ണൻ സാറൊക്കെ ഉണ്ടായിരുന്നു. ആരെ എനിക്ക് കാണത്തില്ല. സാബു സാർ, രമാവതി മാം. മാം, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന പോലെ തന്നെ, കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പം അതുകൂടാതെ നമ്മളിപ്പോ പത്രത്തിൽ വായിക്കുമ്പോൾ ഓരോ കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ സമയത്ത് നമ്മളെ മനസ്സിൽ വരുന്ന ഓരോ ആൾക്കാരുണ്ടാവും, ഒരു അർഹതപ്പെട്ട അവരെ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് അതിന് ഇനിയിപ്പോ നമ്മളെ ഗാന്ധിജി എന്ന് വിളിച്ചാലും പ്രശ്നമില്ല, അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ആള് ആവശ്യക്കാർ എന്തെങ്കിലും ചെറിയ പൈസ എല്ലാം ചോദിച്ചാൽ അത് അറിഞ്ഞുകൊണ്ട് സഹായിക്കാം. അങ്ങനെയാണ്. താങ്ക് യു മാം. ഉലയണ്ണൻ സാർ എന്തോ പറയാൻ തയ്യാറായിരിക്കുമോ? അല്ല, ഞാന് മാം ഇത് ചോദിച്ചത് കൊണ്ട് പറയുന്നേ ഉള്ളൂ. എല്ലാ തെളിച്ച് പറയണ്ട സർ. ക്രിസ്മസിലും ഇല്ല, അത് ഞാൻ തെളിച്ചു തന്നെ പറയുന്നത്. എല്ലാ ക്രിസ്മസിലും ഒരു അച്ഛൻ ഒരു മകനും വീട്ടിൽ വരാറുണ്ട്. എൻ്റെ ഓർമ്മ ഉള്ള ആ സമയം നീണ്ട കാലത്തൊന്നും അല്ല. എന്ന് രാവിലെയും ആ അച്ഛനും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. എടുത്ത വായിൽ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ മോനെയും കൂട്ടി വന്നത് ഈ കൊച്ചു കോളനിയിൽ 3 വീടുകളിലേ ഞാൻ പോവാറുള്ളൂ, അതിലൊരു വീട് സാറിൻ്റെതാണ്, എന്നെ സഹായിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ നിന്ന് മകന് തീരെ വയ്യാത്തൊരവസ്ഥയാണ്, കൂടെ കൊണ്ട് നടക്കുകയാണ്, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല. ഒരു 40 വയസ്സെങ്കിലും പ്രായമുണ്ട് ആ വ്യക്തിക്ക്. അപ്പോൾ അദ്ദേഹം സഞ്ചിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് പതുക്കെ പുറത്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അത് അവിടെ വെച്ചോളൂ, എനിക്ക് നിങ്ങളെ അറിയാം. ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ സംഖ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ മോൻ എന്നോട് എന്തോ പറയുന്നുണ്ട്. ആ ആവശ്യം ഒരു കേക്കാണ്. ക്രിസ്മസ് എപ്പോഴും പങ്കുവെക്കലാണ് എന്ന് മാം പറഞ്ഞ അതേ കൂട്ടത്തിൽ തന്നെയാണ്. അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു അല്പം കേക്ക് വാങ്ങി വെക്കാറുണ്ട്. ഞാൻ ആലോചിച്ചു, ഈശ്വര, ഈ മനുഷ്യൻ വന്നപ്പോ അതെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു വീട്ടുകാരന്ന് അവിടെ ഇല്ല, അവരുടെ ഒരു കേക്ക് അവിടെ ഇരിപ്പുണ്ട്. ഒന്നും വേണ്ടിയില്ല, അകത്തേക്ക് പോയി ഞാൻ ആ കേക്ക് എടുത്ത് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തപ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുന്ന, മകന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീർ തുള്ളികളാണ് ഞാൻ കണ്ടത്. വാസ്തവത്തിൽ അതായിരുന്നു ഇന്നത്തെ എന്റെ ക്രിസ്മസ്. മാം. താങ്ക് യു സർ. താങ്ക് യു സർ. സാബു സാറ്. ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് ഒരു പുതിയ ഇൻവിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഒരു ചെറിയ വീടിൻ്റെ, റൂഫില്ലാത്തൊരു വീടിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റൂഫ് വെച്ചു കൊടുക്കാനുള്ള ഒരു റിക്വസ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യും. താങ്ക് യു സർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ചെറിയ കാര്യം ഈ അടുത്തത് നാളിൽ ചെയ്തത് കൊണ്ട് ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇടാതെ ചെയ്യാൻ പറ്റി, പക്ഷെ അവസാനം അത് പുറത്തു പോയി. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ ഈ അടുത്ത ദിവസം ഒരു കേസ് വന്നത് ഞാൻ നോക്കിയപ്പം ജെന്യുവിനാണ്. മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ അന്വേഷിച്ചപ്പോൾ ജെന്യുവിനാണ്. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ക്രിസ്മസിൻ്റെതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് ചെയ്തു.
അപ്പം ഈ കോട്ടൊന്ന് വായിച്ചേക്കാവോ സാർ? ഐ അഡ്മിയർ ഉലന സാറേ. ഏതാണ് മാം? ഐ അഡ്മിയർ I admire people who ഐ always show അഡ്മയർ kindness and help people, no matter if they are struggling with their own problems. They are truly a gift to this world. താങ്ക് യു സാർ. ക്രിസ്മസ് നമ്മെ നല്ലവരാക്കുന്നില്ല, നമ്മളിലുള്ള നന്മ പുറത്തെടുക്കുകയാണ്. ഒരു ചെറിയ ഗ്രാമത്തില് ഒരു വയസ്സായ മനുഷ്യനുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഒരു ചെറിയ വീടാണ് വീടല്ല, ഒരു ചെറിയ മുറിയേ അദ്ദേഹത്തിനുള്ളൂ. ആ മുറിയിൽ ഒരു കട്ടില്, ഒരു മേശ, ഒരു കസേര. ആ കസേര എപ്പോഴും ശൂന്യമായിരിക്കും. അപ്പം ആ കസേര ശൂന്യമായിരിക്കുന്നത് കണ്ടിട്ട് ആരെ അവിടെ ഇരിക്കാൻ സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ഒരു ശൂന്യമായ കസേര ഉണ്ടെങ്കിൽ അതിന്റെ മേലെ എല്ലാം എന്തെങ്കിലുമൊക്കെ പെറുക്കി വെച്ചു പോകും. ഈ കസേരയിൽ ഒന്നും വെക്കാറില്ല. അപ്പൊ ഒരു അയൽവാസി ഒരു പ്രാവശ്യം ഈ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് ഈ കസേര ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഒന്നും ഇല്ലാതെ ആരെ ഇരുത്താതെ വെച്ചിരിക്കുന്നത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, യേശുവാണ് അതിൽ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പം അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹവുമായി പങ്കുവെക്കും എന്ന് പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം മരിച്ചു കിടക്കുമ്പം എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ കണ്ടത്, ആ ശൂന്യമായ കസേരയിൽ അദ്ദേഹത്തിൻ്റെ കൈ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. വി ആർ നെവർ അലോൺ, കമ്പാഷൻ അക്കമ്പനീസ് അസ്. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കരുണയും സ്നേഹവും നമ്മോടൊപ്പം സദാ ഉണ്ടാകും. ലെറ്റ് ക്രിസ്മസ് ഹാപ്പൻ ഇൻ യുവർ heart, not just on the calendar. Remember, if Christmas isn't found in your heart, you won't find it under a tree. പച്ച ഒന്ന് വായിക്കാമോ സാർ? The best of all gifts around any Christmas tree, the presence of happy family all wrapped up in each other. നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിൽ കുട്ടികൾ പോയി നോക്കാറ് സാന്താക്ലോസിന്റെ ഗിഫ്റ്റ്, നല്ല പിള്ളേർക്ക് ഗിഫ്റ്റ് കൊണ്ടാണ് സാന്താക്ലാസ് വരുന്നതെന്നാണ് ഐതിഹ്യം, അല്ലെങ്കിൽ കുട്ടികളോട് പറയാറ് സാധാരണ. അപ്പൊ എന്താണ് നല്ല കുട്ടികൾക്ക് കൊണ്ട വെച്ചിരിക്കുന്നത്? സാന്താക്ലോസ് രാവിലെ ചെന്ന് നോക്കും കുട്ടികൾ എന്താണ് കൊണ്ട വെച്ചിരിക്കുന്നതെന്ന്. പക്ഷെ മരത്തിന്റെ ചുവട്ടില് ഗിഫ്റ്റിനാണ് നമ്മൾ കുട്ടികളും സാധാരണ പോകാറ്. ക്രിസ്മസ് ഒരു തീയതിയല്ല, ഒരു അലങ്കാരവും അല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ്. മരത്തിന് കീഴിൽ നമുക്കത് കണ്ടെത്താനാവില്ല. ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രം ജീവിതത്തിൽ കാണാം. ഈ ക്രിസ്മസിൽ നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ ദയയായി, ഒരു നിശബ്ദ സ്നേഹമായി മാറാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഹൃദയത്തിൽ വെളിച്ചം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഇത് എല്ലാ വർഷവും അമേരിക്കക്കാരിങ്ങനെ വലിയ ട്രീ ഒക്കെ വെക്കും. ഇത് ന്യൂയോർക്കിലെ ക്രിസ്മസ് ട്രീ ആണ്. ഞാൻ വെറുതെ ഇതിൽ വെച്ചെന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ഒരു വലിയ അനുഭവം ക്രിസ്മസിലൂടെ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കുക, അതല്ലേ? യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, ഞാനിവിടെ വന്നിരിക്കുന്നത് മറ്റുള്ളവരാൽ സേവിക്കപ്പെടുവാനല്ല, സേവനം ചെയ്യുവാനാണെന്നാണ്. സോ ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്മസ്. അപ്പം പക്ഷെ ഇതെന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പലപ്പോഴും പക്ഷെ അതിന് വേണ്ടി ദൂരം പണമൊക്കെ മുടക്കുന്നു. പക്ഷെ നമുക്കത് നമ്മളെ കൊണ്ടാകാവുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എല്ലാ സാഹചര്യങ്ങളിലും ഒത്തിരി അനുഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ തരുന്ന ഒരു വലിയ ദിവസമായിട്ട് നമുക്കിതിനെ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം തന്നെയാണ് എന്ന് വേണം ചിന്തിക്കാൻ. സോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി ഈ ക്ലാസ് കൃത്യമായി പറഞ്ഞ സന്ദേശം തന്ന ലേനൻ സാറിനും അതുപോലെ നോവൽ ടീച്ചർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്.
ഞാൻ പറഞ്ഞ ഇന്നത്തെ നമുക്ക് കിട്ടിയ ഒരു വീടിൻ്റെ സ്ട്രക്ചർ ഇതാണ്. പണികളൊക്കെ ഏകദേശം പൂർണ്ണമായി. ഇപ്പം മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അത് ഇന്ന് ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, രമാവതി മാം തുടങ്ങും. സാറേ, രണ്ടുപേരും പറഞ്ഞത് മുഴുവനായിട്ട് ഞാൻ കേട്ടു. ഇത് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയം കണ്ടെത്തി. എനിക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 2 മണിക്കൂറിനകം ഇവിടുന്ന് സ്ഥലം വിടണം. യേശുക്രിസ്തു പറയുമ്പോൾ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ സ്വന്തം ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം മാനവരാശിക്ക് എന്നും പ്രചോദനമാണ്. ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും എല്ലാ രൂപങ്ങളിൽ നിന്നും മുക്തമായ സമത്വസുന്ദരമായ ഒരു ലോകക്രമമാണ് ക്രിസ്തുദേവൻ വിഭാവനം ചെയ്തത്. മനുഷ്യരെ ഭിന്നിപ്പിക്കാനും അപരവിദ്വേഷം പ്രചരിപ്പിച്ച് തമ്മിലടിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്ന ഈ വേളയിൽ ക്രിസ്തുദേവൻ മുന്നോട്ട് വെച്ച പുരോഗമന ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. അവ ഉൾക്കൊണ്ട് ഐക്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വെളിച്ചം കെടാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതുപോലെ മാതാവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടട്ടെ സാറേ? 5-8 പേര്. തീർച്ചയായും. പിന്നെ നന്മ ചേരുമമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്ദ്യ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൻ ദീപം നീയേ നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര കുമ്പിൾ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്യാദിനാഥ മേരി ലോകമാതാ പാവങ്ങൾ പൈതങ്ങൾ പാദം കൂപ്പി നിൽപ്പൂ സ്നേഹത്തിൻ കണ്ണീരാൽ പൂക്കൾ ചൂടി നിൽപ്പൂ ആശാപൂരം നീയേ ആശ്രയതാരം നീയേ പാരിൻ തായ നീയേ മേരി ലോകമാതാ നന്മ ചേരും അമ്മ വിണ്ണിൻ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ. താങ്ക് യു സർ. അനിൽകുമാർ സാറേ ഉണ്ടോ? ജോർജ് സാർ, അനിൽകുമാർ സാർ. സാർ എന്തെങ്കിലും പറയുന്നത് പറഞ്ഞോളൂ. ക്രിസ്മസിന്റെ പ്രത്യേകത ഒരു മതസങ്കല്പത്തിന്റെ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല എന്നുള്ളതാണ്. ആഘോഷങ്ങൾ വേർതിരിച്ച് നമ്മൾ കൊണ്ടാടുന്നുണ്ടെങ്കിലും ഇത് ലോകം മുഴുവൻ സന്തോഷത്തോടെ പ്രത്യാശയോടെ ആഘോഷിക്കുന്ന ഒരു സമാധാനത്തിന്റെ ആഘോഷമാണ്. അത് നമുക്ക് മുന്നിൽ വെക്കുന്നത് സാഹോദര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ് പലതും കൈവിട്ടു പോകുന്ന കാഴ്ച നമ്മളിൽ ഉണ്ടെങ്കിലും
നമ്മുടെ മുൻപിൽ അവതരിച്ചത് ദൈവത്തിന്റെ പുത്രനാണ് എന്ന സങ്കല്പം കൂടെ അതിൻ്റെ കൂടെയുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്രിസ്മസ് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അയച്ച ദൈവത്തിന് ഒരു ചിന്തയുണ്ട്. ആ ചിന്തയാണ് നമ്മൾ അവസാനം കാണുന്നത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾക്ക്, അവർ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നു എന്ന ആ രീതി. അത് ഇന്നാൾക്ക് വേണ്ടി അയക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ലോക ജനതയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സന്മനസ്സ് കാണിക്കുക. ആ സന്മനസ്സ് കാണിക്കാൻ നമ്മുടെ മുൻപിൽ പങ്കുവെക്കൽ മാത്രമേ ഉള്ളൂ. 5 ഉരുള ആഹാരം ഞാൻ കഴിക്കും, എൻ്റെ മുമ്പിൽ ഒട്ടും ആഹാരമില്ലാത്ത ഒരാൾ വരുമ്പോൾ 1 ഉരുളയെങ്കിലും കൊടുക്കാനുള്ള ആ സന്മനസ്, അത് ഈ ക്രിസ്മസ് ആഘോഷത്തിലൂടെ നാം നേടിയെടുക്കുന്ന ശക്തിയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. യേശുവിന് വേണമെങ്കിൽ, ദൈവപുത്രന് വേണമെങ്കിൽ ഏത് കൊട്ടാരത്തിൽ വേണമെങ്കിലും പോയി ജനിക്കാമായിരുന്നു. പക്ഷെ ദൈവം സത്രത്തിൽ പോലും ഇടമില്ലാതെ കന്നുകാലികളുടെ കൂടിന്റെ മുൻപിൽ പുൽക്കൂടുണ്ട്, അതിലാണ് ഇടം തേടിയത്. ആ ഇടം നമ്മുടെ മനസ്സിലേക്കൊന്ന് ചേക്കേറണം. നാം ഉയർന്ന ഇടങ്ങളിൽ താമസിക്കുമ്പം ഇടമില്ലാത്തവനെ സഹായിക്കാനുള്ള ഒരു മനസ്സിൽ, നമ്മുടെ മനസ്സിൽ ഇടം അയാൾക്ക് കൂടെ പങ്കുവെക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുരിശിൽ കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പീഡകൾ സഹിക്കുമ്പോൾ യേശു പറഞ്ഞത്, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ, അവരോട് ക്ഷമിക്കൂ എന്നാണ്. ക്രിസ്മസിന്റെ സന്തോഷത്തിൽ ഇത് കൂട്ടിച്ചേർക്കാവോ എന്ന ചോദ്യത്തിന് ഉത്തരം, അതിൽ കവിഞ്ഞു മറ്റെന്താണ് നമ്മളോട് ഈ ക്രിസ്മസ് പറയുന്നത്? മറ്റുള്ളവരോട് ക്ഷമിക്കുക, അവരോട് പങ്കുവെക്കുക, അവർക്ക് സ്നേഹം നൽകി അവരെ ഉത്തേജിപ്പിക്കുക. ഒന്നൊരു കൈ കൊടുക്കുക. താഴെ കിടക്കുന്നവനൊരു കൈ കൊടുത്താൽ അവന് കയറി വരും. ഈശ്വരൻ തന്നിരിക്കുന്ന കൈകളിൽ ഒന്ന് അങ്ങോട്ട് നീട്ടുക. ഇപ്പൊ ക്രിസ്മസിന് ഇത്രയും ശക്തമായ ആശയങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ ആശയങ്ങളിൽ ഒരെണ്ണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രകടിപ്പിക്കാനോ കഴിയുന്നു എങ്കിൽ എന്നെ അപ്പോഴാണ് മനുഷ്യൻ എന്ന് വിളിക്കുക. എൻ്റെ സഹോദരന് എന്തെങ്കിലും ഞാൻ ചെയ്തപ്പോഴാണ് ഞാൻ മനുഷ്യനായി മാറുന്നത്. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി വളരെ സ്നേഹപൂർവ്വം നൽകിക്കൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. നന്ദി. നന്ദി സാറേ. ഹലോ, അനിൽകുമാർ സാറേ, കേൾക്കാമല്ലോ? സംസാരം കേൾക്കാം സാർ. ഈ ക്രിസ്തുമസിന്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശ. ഓമന ടീച്ചർ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ എടുത്തു പറയുമ്പോൾ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും അതുകൊണ്ട് തന്നെ ഒരുമയുടെയും ശാന്തിയുടെയും സന്ദേശമാണ്. അപ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായി തീരണം, സമാധാനമുള്ളവരായി തീരണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, ദയവുള്ളവരായി തീരണം, കരുണയുള്ളവരായി തീരണം. അങ്ങനെയാകുമ്പം ലോകം സർവ സന്തോഷത്തിലുമായി തീരാൻ കഴിയും. അദ്ദേഹം കാണിച്ചു തന്നത് ദൈവം മനുഷ്യപുത്രനായി എളിമയോട് താഴെ വന്ന് ജീവിച്ചു എന്നുള്ളതാണ്. അത് എന്തിനു വന്ന് മനുഷ്യരാശിയെ മുഴുവൻ സ്നേഹിക്കുന്നത്. ഇത് തന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒരു പോയിൻ്റാണ് അദ്ദേഹം പറഞ്ഞത്, കാണിച്ചു തന്നിട്ടുള്ളത്. ദൈവമാണ് മനുഷ്യപുത്രൻ്റെ ലെവലിലേക്ക് വന്നിട്ട് ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇവിടെ വിലകനൻ സാറ് പറഞ്ഞ പോലെ ഈ അദ്ദേഹം ദ്രോഹിച്ചിട്ടുള്ളവരുടെ പോലും ക്ഷമിക്കാനാണ് പറയുന്നത്. അപ്പം ഫൊർഗീവ്നെസ് എടുത്തു പറയുന്നു. അപ്പം ഇത് ഞാൻ ഓർക്കുക, ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, ഈ ഭീകരപ്രവർത്തനങ്ങൾ
ഒക്കെ സത്യത്തിൽ ഈ ഇതുപോലുള്ള മതങ്ങളുടെയും നമ്മുടെ ക്രിസ്തു മതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയൊക്കെ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ബ്രദർഹുഡ് കൊണ്ടുവന്ന് കൂടെ? ഇതിനകത്തുള്ള ആശയങ്ങളുടെ അതല്ലേ, അത് എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല മനുഷ്യരാശി എന്ന് എൻ്റെ ചിന്ത പോവുകയാണ്. അപ്പം നമ്മുടെ ഈ സങ്കുചിതമായ ചിന്തകൾ കളയുക, പരിശുദ്ധമായ മനസ്സുള്ളവരായി തീരണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള സത്ത. പറഞ്ഞ പോലെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർ, മനുഷ്യർക്ക് സമാധാനം. അപ്പൊ ആ ദൈവദൂതന്മാർ പാടിയ പാട്ടിന്റെ അർത്ഥം ഇതാണ്. ക്രിസ്തുമസ് രാത്രിയിൽ പാടിയ ആ ദൈവശബ്ദമാണ് യഥാർത്ഥത്തിൽ ഇത്. നമ്മൾ ആട്ടിടയന്മാരെ പോലെ മനസ്സിൽ നന്മയുള്ളവരായി തീരുക. അപ്പൊ ഞാൻ ഓർത്തുക, അങ്ങനെ ആയാൽ ഈ ലോകം എത്ര സുന്ദരമാകും. എൻ്റെ എൻ്റെ ചിന്ത അപ്രകാരം പോവുകയാണ്. പിന്നെ ബൈബിളിലെ ചില വാചകങ്ങൾക്ക് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ കുട്ടികളെ പോലെ നിഷ്കളങ്കരാകുക. ഇപ്പോഴത്തെ ജനങ്ങൾ മനുഷ്യർ നിഷ്കളങ്കരാകുന്നു. വലിയ വിദ്യാസമ്പന്നരാണ്, ഒത്തിരി ഡിഗ്രി എടുത്ത് ഒത്തിരി സമ്പത്തുണ്ടാക്കുന്നു. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ നോക്കൂ. നമുക്കുള്ളത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അല്പം ദാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പങ്കുവയ്ക്കൽ, അത് നമ്മൾ സന്തോഷമായി കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. നമ്മൾ എത്ര കൂട്ടി വെച്ചപ്പോൾ ഓരോരുത്തർ തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ സുഖത്തിന് വേണ്ടി കോടികളും ലക്ഷങ്ങളും ഒക്കെ, ലക്ഷക്കോടികളൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് കൊണ്ടുപോകാൻ ഇത്ര വലിയ ഉള്ളൂ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കാനൊക്കെ ഉള്ളൂ. എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ അതിലുള്ള ഒരു സന്തോഷം എത്ര വലുതാണ്. ഞാനിപ്പം എല്ലാവരെയും സ്നേഹിക്കുന്നു. സാബു സാറ്, ഉലകനാണ് സാറ്, ഓമന ടീച്ചർ, അങ്ങനെ ജോറി സാർ, ഇവിടെ കൂടിയിരിക്കുന്നവരെ എടുത്ത് പറയുന്നില്ല. റോയ് സാറിന് എല്ലാവരും കാണുന്നുണ്ട്. ഈ സന്തോഷം കാരണം എന്നിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്. ഈ ദൈവത്തിൻ്റെ അംശം എല്ലാവരിലുമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞാൻ സ്നേഹിക്കണ്ടേ? എൻ്റെ പിതാവിൻ്റെയും എൻ്റെ അമ്മയിൽ നിന്നുണ്ടായ എൻ്റെ സഹോദരങ്ങളുണ്ട്. അവരെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ എന്താണ്? അപ്പോൾ നമ്മൾ മനുഷ്യരെല്ലാം ദൈവാംശമുള്ളത് കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും സംതൃപ്തിയും പീസ് ഓഫ് മൈൻഡും ആയിട്ട് അടിപൊളിയായി സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇതിലെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോക നേതാക്കന്മാർ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഇവരെല്ലാം ഒന്ന് കൂട്ടായി ചിന്തിച്ചുകൂടെ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അത് നല്ലൊരു അവയർനെസ് ആകും. ഇതിനൊക്കെ മുന്നോട്ടിറങ്ങി ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാരെ നേരായ മാർഗത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാവുക. എത്ര കൊച്ചു കുട്ടികളാണ് മരിക്കുന്നത്, എത്ര സ്ത്രീകളാണ് ഭർത്താവില്ലാതെയും മറ്റുമൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന നേച്ചറിൻ്റെ അകത്ത് വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യണ്ടേ? ഇതൊന്നും നേരമില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൈര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത് എല്ലാവർക്കും പറയാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യോജിപ്പിൻ്റെയും പ്രത്യാശയുടെയും ദിനമാണ് ക്രിസ്മസ് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്ക് എത്തേണ്ടത് യൂണിവേഴ്സൽ ബ്രദർഹുഡാണ്. ആൻഡ് equipping the people for a better social being for the good of all. Okay, happy Christmas to all. Thank you, sir. Hi, Pamela teacher, congratulations. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കും ഹാപ്പി ക്രിസ്മസ്. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആത്മനിറവിൻ്റെ, പ്രത്യാശയുടെ ഒക്കെ പര്യായമായിട്ടാണ് ക്രിസ്തുവിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അത് വളരെ ശരിയുമാണ്. ആഘോഷങ്ങൾ ലോകം മുഴുവൻ നിറയുമ്പോൾ വാസ്തവത്തിൽ ആചാരങ്ങൾ പെരുകുന്നു. ആത്മാവിൽ, മനസ്സിൽ വിശ്വാസമൊക്കെ കുറഞ്ഞു പോകുന്നത് പോലെ, യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മനസ്സിലാണ് നിറയേണ്ടത്, വെളിച്ചം നിറയേണ്ടത്. അന്ധകാരത്തെ അകറ്റി. ക്രിസ്തു ജനിച്ചത് പുൽത്തൊഴുത്തിൽ. ജന്മവാർത്ത ആദ്യം അറിഞ്ഞത്
ആട്ടിടയന്മാരും. വളർന്നു വന്നപ്പോൾ ശിഷ്യരാക്കിയത് മീൻപിടുത്തക്കാരെ. നോക്കി, സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരുമായിട്ടാണ് സഹവർത്തിത്വം കാണിച്ചത്. എന്ന് പറഞ്ഞാൽ എക്കാലവും വേദനിക്കുന്നതും വിഷമിപ്പിക്കുന്നതും ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ ദുർബല വിഭാഗങ്ങളെ, അവരുടെ മോചനമായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ലക്ഷ്യം. ഇന്നും നമ്മൾ എവിടെയായിരുന്നാലും താഴേക്കൊന്ന് നോക്കാനും താഴെയുള്ളവരെ ഒന്ന് ഉയർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സന്ദേശം ഇതിൽ മറിഞ്ഞു കിടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എപ്പോഴും അതിനുള്ള ശ്രമം ഉണ്ടാകട്ടെ. ഉപദ്രവിച്ചവരെയും എതിർത്തവരെയും ക്രിസ്തു സ്നേഹിക്കുക ചെയ്ത്. ക്രിസ്തു വ്യക്തികളെ ആരും എതിർത്തില്ല. പക്ഷേ സമൂഹത്തിൽ നിലനിരുന്ന പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളെ വിഷമിപ്പിച്ചിരുന്ന വ്യവസ്ഥിതികൾക്കെതിരെ ശക്തമായി നിലകൊണ്ടു. നമുക്കും സാധ്യമാകുന്നിടത്തോളം അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയാകാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ആത്മാർത്ഥമായ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ സന്ദേശം നിരുപാധികം സ്നേഹിക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജോഷി സാറുണ്ട് സാർ. ശുദ്ധോധനം സാറും ഉണ്ടല്ലോ. ജോഷി സാറുണ്ട്. ഉണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട മാറ്റിനി വെബിനാറിലെ എൻ്റെ പ്രിയ സഹോദരന്മാരെ, എല്ലാവർക്കും ഈ നല്ല ദിനത്തിന്റെ മംഗളങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഞാൻ കുറച്ചു ദിവസങ്ങളായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു സ്ഥിരം സന്ദർശകനല്ല. അതിന് എനിക്ക് ചില ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോ ഇത് വളരെ ഒരല്പം മുമ്പാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ ആ പോസ്റ്റർ ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഒരുങ്ങിയൊന്നും ഇരുന്നില്ല ഈ പറയാൻ വേണ്ടി. എന്നാൽ ഇവിടെ പറഞ്ഞതെല്ലാം പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ക്രിസ്മസ് മഹാജൂബിലിയുടേതാണ്. എന്ന് പറഞ്ഞാൽ 2025 എന്ന് പറയുന്നത് യേശു പിറന്നതിന്റെ 2025 ഇതൊരു മഹാജൂബിലിയായി വത്തിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ രൂപതകളും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മഹാജൂബിലി ഏറെ നന്മയുളവാക്കുന്നത് ആകട്ടെ. മറ്റൊരു കാര്യം, ഈശോ മിശിഹ പിറന്നത് പാതിരാവിലാണ്. നമ്മളൊക്കെ നന്നായിട്ട് ഉറക്കം പിടിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഉറങ്ങാൻ നീക്കി വെച്ചിരിക്കുന്ന സമയമാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓടി നടക്കാനും ഉള്ള സമയമല്ല. അതിന് നമ്മൾ വിളിക്കും അസമയം എന്ന് വിളിക്കും. നമ്മുടെ അസമയത്താണ് തമ്പുരാൻ ഭൂമിയിൽ അവതീർണനാകുന്നത്. അതുപോലെ തന്നെ ഇനിയും പരമ്പരാഗതമായി ആചരിച്ചുകൊണ്ടിരിക്കുന്നത് വെളുപ്പാങ്കാലത്താണ്. 3 മണിക്കാണ് യേശു ഉത്ഥാനം ചെയ്തു എന്ന്
മനുഷ്യന് അസമയമാണ്. മനുഷ്യന്റെ അസമയമാണ് ദൈവം ഭൂമിയിൽ അവതരിക്കാനും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്യുവാനും തിരഞ്ഞെടുക്കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, ദാരിദ്ര്യത്തിനൊരു പുതിയ അർത്ഥം. ഇവിടെ ഇപ്പോ ധാരാളം കാര്യങ്ങളുടെ പേരിൽ മനുഷ്യൻ ദരിദ്രരാണ്, അതിൽ ആകുലരുമാണ്. യേശുവിന്റെ ദാരിദ്ര്യം പിറക്കാൻ ഒരിടം കിട്ടിയില്ല എന്നുള്ളിടത്ത് ആരംഭിക്കുകയാണ്. അതാണ് ഈ പാതിര നമ്മെ സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം. ഇന്ന് പണമില്ലാത്തവർ പോലും ആശുപത്രിയിലെ മെച്ചപ്പെട്ട സൗകര്യത്തിൽ ആ വലിയ കർമ്മം നിർവഹിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ആശുപത്രിയിലോ അടച്ചുറപ്പുള്ള ഒരു നല്ല ഭവനത്തിലോ അവർക്ക് ഇടം കിട്ടിയില്ല. ഇതല്ല തണുപ്പിന്റെ സമയമാണെന്നുള്ള കാര്യം അറിയാം. മധ്യപൂർവ പ്രദേശം ആലോചിച്ച് നോക്കി, ഒരു കാലിത്തൊഴുത്തിൽ ഒരു ഗർഭിണി പ്രസവത്തിന് തയ്യാറാവുക. അവരുടെ ഭർത്താവ് യൗസേപ്പ്, അദ്ദേഹം എന്തുമാത്രം ടെൻഷൻ അല്ലെങ്കിൽ വേദന അനുഭവിച്ചു കാണും. സ്വന്തം ഭാര്യയ്ക്ക് ഒന്ന് പ്രസവിക്കാൻ പോലുമുള്ള അവസരം ഒരുക്കാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യം. എന്നാൽ ഈ ദാരിദ്ര്യ അവസ്ഥയ്ക്ക് നമ്മുടെ കർത്താവ് ഒരു പുതിയ മാനം നൽകുകയാണ്. വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും പുൽത്തൊഴുത്തിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തെക്കാൾ എത്രയോ തുച്ഛമാണ്. അതുകൊണ്ട് നമ്മുടെ വേദനകളും ദാരിദ്ര്യ അവസ്ഥകളും ഈ പുൽത്തൊഴുത്തിൽ ഇറക്കി വയ്ക്കാം. അതുപോലെ തന്നെയാണ് യേശുവിന്റെ മരണം. ഏത് രീതിയിൽ മരിച്ചു, തുണി പോലും ഇല്ലാതെ, മതിയാവണ്ണം വസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്നത് ആകാശത്തിലുമല്ല ഭൂമിയിലും അല്ലാത്ത ഒരിടത്ത്. അങ്ങനെ ആർക്കെങ്കിലും മരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പലപ്പോഴും നമ്മള് വിചാരിക്കും, എന്റെ ഇപ്പോഴത്തെ ഈ വിഷമത്തിൽ ഞാൻ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ അതാണ് കുരിശിൽ സംഭവിച്ചത്. അപ്പോൾ ജനനവും മരണവും. ഒരുപാട് ദീർഘവർഷമൊന്നും ജീവിച്ചില്ല, 33 വർഷം. നമ്മുടെ ഇന്നത്തെ ഭാഷയിലെ വളരെ ഹ്രസ്വമായ കാലഘട്ടം. ഇവിടെ നമ്മളൊക്കെ ഇപ്പൊ കാണുമ്പോൾ ലോകമെങ്ങുമുള്ള ജനങ്ങളിൽ ഏതാണ്ട് 400 കോടിക്ക് മുകളിൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരുണ്ട്. കത്തോലിക്കിന് തന്നെ 200-250 കോടിയുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കൂടെ ഏകദേശം അതിന്റെ അടുത്ത് വരും, അല്ലെ 400-ന് മുകളിൽ ഉറപ്പായിട്ടുമുണ്ട്. ഇത്രയും ആളുകളെ ഫോളോവേഴ്സായി കിട്ടിയ അല്ലെങ്കിൽ ആക്കാൻ പറ്റിയ, പിറക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തയാൾ, അല്ലെങ്കിൽ മരിക്കാൻ ഒരിടം പോലും ഇല്ലാത്ത ഒരാളിന് ഇത്രയും പേരെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റി? ഇപ്പൊ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പ് പാർലമെന്റ് നടന്നു, ഇനിയിപ്പോ അസംബ്ലി വരാൻ പോകും. അവിടെ ഒരു സ്ഥാനാർത്ഥി കുറച്ചു പേരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഏതെല്ലാം തരം തന്ത്രം പ്രയോഗിക്കണം നമ്മുടെ വരുതിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ. ഇതൊരു തന്ത്രവുമില്ലാതെ, തന്ത്രം ഇത് ഒറ്റയെണ്ണം, സ്നേഹത്തിന്റെ തന്ത്രം. ആ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഇത്രയും കോടി ജനങ്ങളെ തന്റെ അനുയായികളാക്കി മാറ്റി. തുടക്കക്കാരാരാ?
12 സാധാരണ മനുഷ്യർ. നമുക്ക് ഇന്ന് ഒരു പരിപാടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ വലിയൊരു ഓഫീസ് വേണം, സംവിധാനങ്ങളെല്ലാം വേണം. ഇതൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊണ്ട് നടക്കുന്ന ആളിനെ അറിയാം. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തന്റെ ഒരാശയം, ഒരു പോസ്റ്റർ പതിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിലുള്ള വ്യയം എന്തുമാത്രമുണ്ട്. എന്നിട്ട് ഈ അനുയായികളെയൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ അത്ര എളുപ്പമാണോ? നമ്മളിപ്പോ ഒരുപാട് പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ യേശുവിന്റെ ഈ വലിയ അവസ്ഥ സ്നേഹത്തിന്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന ആളുകളെ സ്വാധീനിച്ചു. നമുക്കും നമ്മുടെ ജീവിതകാലത്ത് ഏറെ പേരെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടോ എന്നും ചിന്തിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ യേശു അന്നത്തെ ഒരു വലിയ മഹാൻ, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ടാണ് പലരും പറയുന്നത് ചരിത്ര പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഇത് നോക്കിയിട്ട് കാണുന്നില്ല, വേറെ പലരെയും കാണുന്നുണ്ട്. അങ്ങനെയല്ല. അതിന്റെ പിന്നിലെ അത്തരം യാഥാർത്ഥ്യങ്ങളെ ആ രീതിയിൽ വീക്ഷിക്കാനും കാണാനും മനസ്സിലാക്കാനും സാധിക്കണം. അത്രമാത്രം ആ ഒരു ചെറിയ ബേത്ലഹേം, അപ്പത്തിന്റെ നാട്, ഈ അപ്പത്തിന്റെ നാടാണ് ജീവന്റെ അപ്പമായി മാറിയ യേശു ക്രിസ്തുവിന്റെ ആ പേര് തന്നെ കടന്നു വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള യേശു നമുക്ക് ഇന്നും പ്രചോദനമാണ്. ഈ ക്രിസ്മസിൽ വന്നു നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം ടോട്ടലായി ചിന്തിക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് യേശു രക്ഷകനാണ്. രക്ഷകനായ യേശുവിലാണ് നമ്മൾ എല്ലാം സമർപ്പിക്കേണ്ടത്. അതുപോലെ ഇനിയും നമുക്കൊക്കെ എത്ര ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റും എന്നറിഞ്ഞുകൂടാ. മഹാനായ അലക്സാണ്ടർ പോപ്പ് പറയുന്ന, അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ കൃതിയിൽ പറയുന്ന ഒരു മുഖ്യവാചകം ക്രിസ്മസിനെ കുറിച്ച്, 1000 പുൽക്കൂടുകളിൽ ഉണ്ണിമിശിഹ പിറന്നാലും എന്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ നിരർത്ഥകം. നമ്മളുമൊക്കെ ഒരുപാട് വാചകങ്ങൾ പറയുന്നുണ്ട്. ഈശോ മിശിഹായെ ജീവിതത്തിൽ കാട്ടിക്കൊടുക്കുവാൻ, സ്വയം ജീവിക്കാൻ നമ്മൾ എത്രമാത്രം തയ്യാറാകുന്നു? ഈശോയുടെ പേരിൽ ഒരുപാട് സഭകളുണ്ട്, ഒരുപാട് മത്സരങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ചില പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിൽ സാക്ഷ്യമാണോ എതിർ സാക്ഷ്യമാണോ? നേതാവിന് പോലും അത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ നമുക്കത് മനസ്സിലാക്കാം. നേതാവ് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇത് കൂടുതൽ മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടിയാണ് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാവരുടെയും വാക്കുകൾ മഹത്തരവും ഉന്നതവുമായിരുന്നു. എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഒരു വലിയ നന്മയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം ക്രിസ്തുവിൻ്റെതാണ്, ഈശോയുടേതാണ്. അത് വഴക്കുണ്ടാക്കാനുള്ളതല്ല, മത്സരിച്ച് ആരാണ് മുന്നിലെന്ന് കാട്ടാനുള്ളതുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനും സാധിക്കട്ടെ. ഈ വർഷം
കഴിഞ്ഞ വർഷവും നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു. ഇത്തവണയും നമുക്ക് ഒന്നിച്ചു ചേരാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. സകലർക്കും ഉൾത്തൊഴുത്തിലെ ഉന്മിഷിക അനുഗ്രഹം തരട്ടെ. യേശുവിനെ കാലിത്തൊഴുത്തിൽ പിറക്കുമ്പോൾ ആദ്യം വന്നത് ആട്ടിടയന്മാരാണ്, പിന്നീട് വന്നത് പൂജരാജാക്കന്മാരാണ്. വളരെ ദൂരെ നിന്നും വന്നു. അവര് വന്ന പൊന്നും മീറയും കുന്തിരിക്കവും ഈ കന്നുകാലിക്കൂട്ടിൽ കിടക്കുന്നയാളിന് സമർപ്പിക്കുകയാണ്. അവിടെ ഒരു വാചകമുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു, ഈ ജ്ഞാനികൾ എന്നാണ് അവരുടെ വിശേഷണം. ഈ ജ്ഞാനികൾ പിന്നെ ഏത് വിഭാഗക്കാരുടെ ബൈബിളും എടുത്തു നോക്കിക്കൊള്ളൂ, അവർ കാലിത്തൊഴുത്തിൽ കയറിയെന്നല്ല അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, മറിച്ച് അവർ ഭവനത്തിൽ പ്രവേശിച്ചു എന്നാണ്. വലിയൊരു അർത്ഥമുണ്ട് അതിൻ്റെ അകത്ത്. കാലിത്തൊഴുത്തിനെ ഭവനമാക്കിയവനാണ്. എന്താ അതിന്റെ കാര്യം? കന്നുകാലിക്കൂട്ടി കയറിയെന്നല്ലേ പറയേണ്ടത്. ഭവനതുല്യമാക്കി ആ കാലിക്കൂട്. നമ്മുടെ എല്ലാവരുടെയും വീടുകൾ ഭവനമായി മാറട്ടെ. അഥവാ തിരിച്ച് നമ്മുടെ വീട് കാലിത്തൊഴുത്താണോ എന്ന് ചിന്തിക്കണം. ഭവനത്തിൽ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഒരു ഉത്തമ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഒരു പക്ഷേ ഈ ക്രിസ്മസ് നാളിലും വീടുകളിൽ ഒന്നും രണ്ടും ഈ വെള്ളമൊക്കെ അടിച്ചിട്ട് ചിലപ്പം വഴക്കുണ്ടായെന്നിരിക്കും. നല്ല ഒരു ദിവസം, അലങ്കോലത്തിന്റെ ദിവസം, സംസാരിക്കാത്ത ആളുകൾ, പരസ്പരം ക്ഷമിക്കാത്ത ആളുകൾ. ലഗനാൻ സാറിനും റോയ് സാറിനും ഒക്കെ അറിയാം. വരുന്ന കുടുംബ കൗൺസിലിങ്ങിൽ ഒരു പക്ഷെ ഓമന ടീച്ചറും പലതും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സ് അല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ലയത്തിന് പകരം എത്രമാത്രം വൈതരണികളാണ്. വലിയ വീടൊക്കെ വെച്ചിട്ടുണ്ടാവും, AC ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭവനം കന്നുകാലിക്കൂടായിരിക്കും. ഇവിടെ കാണുക, കാലിത്തൊഴുത്തിനെ ഭവനമാക്കി മാറ്റി. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപൂർണമായിട്ട് ഇവിടെ ഇരിക്കുന്ന നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലും ഈ അനുഭവം നിറയട്ടെ. അങ്ങനെ നിങ്ങൾ പങ്കുവയ്ക്കുക. ദൈവാനുഗ്രഹം നേരുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും പേരെടുത്ത് പറയാതെ നന്ദി. താങ്ക് യു സാർ. ജോഷ് സാർ, നല്ല ഹൃദയപൂർവമായ ഒരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഗോകുമാർ സാർ, അഡ്മിറ്റ് സാർ, അഡ്മിറ്റ്. നമസ്കാരം. ഞാൻ പിന്നെ ഓമന ടീച്ചർ പറഞ്ഞ അനുസരിച്ച് എനിക്ക് കുറെ കൂടുതൽ കാര്യങ്ങൾ ക്രിസ്മസിനെ കുറിച്ച്, പിന്നെ ഞാനൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡിന്റെ പ്രവർത്തകനാണ്, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകനാണ്. അതുകൂടാതെ പിന്നെ ഗുലാന സാറ് പറഞ്ഞ മനുഷ്യനാക്കുക, ഏറ്റവും നല്ല എല്ലാ അർത്ഥവും അതിനകത്തുണ്ട്. ആളിനെ ഒരു മനുഷ്യനാക്കുക. ഇപ്പൊ ഒന്നിലധികം ആളുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് വിവാഹം ആളുകളുള്ള ഈ നാട്ടില് അതുകൊണ്ട് ഈ നല്ല മനുഷ്യന് സമാധാനമുള്ള മനുഷ്യരാകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ഗോകുമാർ സാർ. ജ്യോതികുമാർ സാർ. സാബു സാർ, ആദ്യം ഞാൻ ഒരു ബെയിൽ പറയട്ടെ. ഞാൻ ലേറ്റായി. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ റോട്ടറിയുടെ ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു. ലേറ്റായി എങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറണമെന്നും പിന്നെ എനിക്ക് എപ്പം വേണമെങ്കിലും കയറാനുള്ള ഒരു പെർമിഷൻ സാബു സാറിന്റെ അടുത്ത് ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഈ അവസാന നിമിഷം ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. സോറി, എല്ലാവരോടും പറയാണ്. അതോടൊപ്പം ഇപ്പോ ഞാൻ കയറുന്ന സമയത്ത് നമ്മളെ ജോഷി സാർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എത്താൻ പറ്റും.
പക്ഷെ എങ്കിലും ജോഷി സാർ, ഞാൻ കേട്ടെന്ന് പറയാം. ഇപ്പം ഗൗകുമാർ സാർ പറഞ്ഞു, നമ്മൾ ഉലകൻ സാറൊക്കെ ഗംഭീരമായിട്ട് സംസാരിച്ചു, ഓമന ടീച്ചർ പറഞ്ഞു എന്ന്. അതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കേട്ടത് നമ്മളെ ജോഷി സാർ പറഞ്ഞ, അതെ, വളരെ വളരെ ഹൃദയസ്പൃക്കായ ജോഷി സാറിന്റെ സംസാരത്തിന് ഒരു സ്നേഹത്തിന്റെ തന്ത്രം, അതാണല്ലോ ക്രിസ്തു ഉപയോഗിച്ചത്. വാസ്തവം പറഞ്ഞാൽ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം നമ്മളെല്ലാം മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരാളായി മാറണമെങ്കിലുള്ള ഒരു ആലോചിച്ചു നോക്കൂ നമ്മൾ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവ്. അതേ സമയത്ത് തന്നെ പറഞ്ഞു, കാലിത്തൊഴുത്ത് ഭവനമായിട്ട് കണ്ടിട്ടാണ് ജ്ഞാനികൾ വന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. നോക്കൂ, അതാണ് അതാണ് ആ വ്യക്തിത്വത്തിന്റെ മഹത്വം. ഇത് പറയുമ്പം എനിക്ക് അതോടൊപ്പം ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഇത് കേട്ടപ്പോൾ എനിക്ക് ആ യേശുവിന്റെ ലെവലിൽ ഇല്ലെങ്കിലും നമ്മളുടെ ഒരു വരരുചി എന്ന് പറഞ്ഞ ഇത് പ്രകൃതിയുടെ ചില നിയമങ്ങൾ പറയാണ്. യേശു അതല്ലേ പ്രാവർത്തികമാക്കിയത്. എന്തടിയും കുത്തും കിട്ടിയാലും ശരി, സ്നേഹസഹനം. അതുപോലെ വരരുചി, നമ്മൾ വിക്രമാദിത്യന്റെ സദസ്സിൽ ഉള്ളൊരു വരരുചി. അദ്ദേഹത്തിന് 12 മക്കളെയും പ്രസവിച്ചത് പല പല നാടുകളിൽ ഇട്ടു. വായ കയറിയിട്ടുണ്ടോ എന്നാൽ അവിടെ ഇട്ടേക്കോ എന്നും പറഞ്ഞു. പക്ഷെ അവരൊക്കെ 12 പേരും ഗംഭീരന്മാരായോ പറയുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് പെട്ടെന്ന് എനിക്ക് പറയപ്പെട്ട പന്തീരകുലത്തിൽ ഉണ്ടല്ലോ. ഇതാണ് പ്രകൃതി. ശരിക്കും യേശുവും വാസ്തവത്തിൽ ഞാൻ പറയാ ഒരു പ്രകൃതിയുടെ ശക്തി തന്നെയാണ് അദ്ദേഹവും എന്ന് വിത്ത് ഡ്യൂ റെസ്പെക്റ്റോട് കൂടി ഞാൻ പറയാണ്. അതേസമയത്ത് കാലിത്തൊഴുത്തല്ല ഭവനമാണ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ആ വ്യക്തി വൈഭവം അത്രയ്ക്ക് മഹത്തരം തന്നെ. ഏതായാലും അവസാനം എനിക്കും സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ഞാൻ ലേറ്റായി, സോറി. താങ്ക് യു വെരി മച്ച്. ക്രിസ്തുമസ് ഈവില് സോറി ഒന്നുമില്ല സാർ. എല്ലാവർക്കും സാഹോദര്യവും സ്നേഹവും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എങ്കിലും ഞാൻ വല്ലാതെ ലേറ്റ് ആയിപ്പോയി. ഇല്ല, അത് അതുകൊണ്ടാണ് കളയാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. നമ്മൾ സ്വയം അതിനെ മാനേജ് ചെയ്യുക. ഓക്കെ, ഇത് ശുദ്ധോധനോട് കൂടെ പറഞ്ഞു. നമ്മളെ കുടുംബത്തിൽ കയറി വരാൻ പിന്നെ പെർമിഷൻ വേണ്ടല്ലോ. വേണ്ട അതുകൊണ്ട് വേണ്ട, മാത്രം തീർച്ചയായും വന്നതാണ്. തീർച്ചയായും. ഓക്കെ എല്ലാരോടുമാണ് ഓക്കെ എക്സ്ട്രീംലി സോറി. ഓക്കെ. ശുദ്ധോധന ഡോക്ടർ. സുധോധനൻ സാറും ഉലകനൻ സാറിനെ ചിരിക്കുന്നുണ്ട്. ശുദ്ധോധന ഡോക്ടറിനെ അഡ്മിറ്റ് ചെയ്യൂ. അബ്ദുൾ സാറുണ്ട്, വത്സല മാം ഉണ്ട്. സർ, ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരുപാട് മഹദ്വചനങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഞാനിങ്ങനെ കേട്ട് ഞാനിങ്ങനെ ആഹ്ലാദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ക്രിസ്മസ് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കാലിത്തൊഴുത്ത് ഭവനമാക്കുന്നതിനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാലിത്തൊഴുത്ത് എൻ്റെ തൊഴിൽ മേഖലയാക്കിയ ആളാണ്. അപ്പോൾ ഈ ആട്ടിടയന്മാരൊക്കെ വരുന്നതിന് മുന്നേ തന്നെ യേശുനാഥൻ വന്ന് ജനിച്ച തൊഴുത്തിൽ കയറാൻ അവിടുത്തെ വെറ്ററിനറി ഡോക്ടറാണ് ഭാഗ്യം ചെയ്ത ആളെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ കാലികളുമായിട്ട് ഒക്കെ ഈ ക്രിബും കാലിത്തൊഴുത്തൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കാണുമ്പോൾ തോന്നും അത് വളരെ വൃത്തിയും ഭംഗിയും അഴകും ഒക്കെയുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നും. അങ്ങനെയല്ല. ഈ പശുക്കൾ വളർത്തുന്ന തൊഴുത്തിലൊക്കെ പോകുന്നവർക്കറിയാം അത് മലിനമാണ്, വൃത്തി കുറവാണ്, പാവങ്ങളാണ് അതിനെ വളർത്തുന്നതും ഒക്കെ. അപ്പൊ ഞാൻ ജീവിച്ചു വളർന്നിടത്തൊന്നും ക്രിസ്ത്യാനികൾ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അത് കഴിഞ്ഞ് ജോലി കിട്ടി പാലക്കാട് വന്ന സമയത്ത് എനിക്ക് ക്രിസ്മസ് ഭയങ്കര എന്നുള്ള വാക്കല്ല, ഏറ്റവും ആഹ്ലാദം തരുന്ന ഒരു സന്ദർഭമായിട്ട് മാറിയത് ഞാൻ പാലക്കാട് എലപ്പുള്ളിയിൽ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കർഷക ആത്മഹത്യ തുടങ്ങി. കടക്കണിയിലകപ്പെട്ട കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഒരു 3-4 പേര്. അപ്പോൾ നൊച്ചിക്കാട് കൃഷ്ണൻകുട്ടിയാണ് ആദ്യം ആത്മഹത്യ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ണുക്കാട് ബാലേട്ടൻ, അങ്ങനെ കുറെ പേര് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തതൊക്കെ. ഇപ്പൊ സ്ത്രീകളൊന്നുമല്ല. അപ്പൊ ഞാൻ ഇവരുടെ ഈ ആത്മഹത്യ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് കുറച്ച് പദ്ധതികളൊക്കെ ഇവിടെ നടപ്പാക്കി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കല്യാണം കഴിച്ചിട്ടില്ല അതിനു മുന്നേ. അപ്പോൾ ഒരു ദിവസം ഒരു ജീപ്പിൽ ഒരു അച്ഛൻ എന്നെ തെരഞ്ഞു വന്നു. അദ്ദേഹത്തിന്റെ പേര് പിന്നീട് ഞാൻ പറയാം. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു കേക്കും ഒരു ക്രിസ്മസ് കാർഡും എന്നിട്ട് എന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിനൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ക്ഷണക്കത്തുമായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പൊ ഞാൻ അന്ന് ഈ ജോലി കിട്ടി അധികം ആയിട്ടൊന്നുമില്ല. അപ്പൊ ബൈക്കൊന്നും വാങ്ങാനുള്ള വരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ജീപ്പിൽ തന്നെ കയറിയിട്ട് വിളിക്കാൻ വന്ന അച്ഛൻ്റെ പേര് ഫാദർ ജേക്കബ് മാവുങ്കൽ എന്നാണ്. അപ്പൊ അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട് ബിഷപ്പ് ഹൗസിൽ എത്തിയിട്ട്
മനത്തോടത്ത് പിതാവിൻ്റെ ഒപ്പം ഇരുന്ന് ഞാൻ ആ ക്രിസ്മസ്, ജോലി കിട്ടിയ ആദ്യത്തെ ക്രിസ്മസ് ആണ് അത്, അത് വളരെ എന്നിട്ട് അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടും ഒക്കെ സംസാരിച്ചു. അപ്പം ഞാൻ ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ആരോ അദ്ദേഹത്തിനെ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് പീപ്പിൾ സർവീസ് സൊസൈറ്റിയുടെ ഒരു പ്രോജക്റ്റ് എലപ്പുള്ളി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ ഈ ഊണ് കഴിക്കാൻ ക്ഷണിച്ചതും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ക്രിസ്മസിനും പിന്നെ ഞാൻ വിവാഹിതനായി, 2 കുട്ടികളുടെ അച്ഛനായി. അത് കഴിഞ്ഞ് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു, പേരക്കുട്ടിയൊക്കെ ആയി. ഇന്ന് രാവിലെയും ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള കേക്ക് എനിക്കെത്തി. ആ ബിഷപ്പ് മാറി, ഇപ്പോൾ കൊച്ചുപുരയ്ക്കൽ അച്ഛനാണ് ബിഷപ്പ്, പക്ഷെ അതെത്തും. പക്ഷെ അതിനേക്കാളേറെ എനിക്ക് സന്തോഷം, ഞാൻ ഈ മുറ്റത്ത് ഇങ്ങനെ നമ്മുടെ ക്ലാസ് കേട്ട എല്ലാ ദിവസവും ഞാനിങ്ങനെ നടക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് എൻ്റെ ഗേറ്റിൽ നിർത്തി. എന്നിട്ടൊരു പാവപ്പെട്ട ഒരു സ്ത്രീ, അത് വളരെ പാവപ്പെട്ട ഒരു ക്രൈസ്തവ ഭവനത്തിലുള്ള ഒരു സ്ത്രീയാണ്, വിധവയാണ്, 2 മക്കളെയൊക്കെ വളർത്താനും ഒക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അവരിതാ ഇപ്പോൾ ഗേറ്റിന് മുകളിൽ കൂടെ, ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്, 7 മണിക്ക് പൂട്ടും, ഗേറ്റിന് മുകളിൽ കൂടെ ഓട്ടോ നിർത്തിയിട്ട് കൈ തന്നി. ഞാൻ വളരെ വൈകി സാർ എന്നും പറഞ്ഞിട്ട് കൊണ്ട് തന്നതാണ്. ഒരു കേക്കും അവരുടെ വീട്ടിലുണ്ടാക്കിയ കുറേ പയറുമാണ് കൊണ്ട് തന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പാവങ്ങളുടെയൊക്കെ ഇതെന്തിനാണ് ഡോക്ടർ സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ ധരിക്കേണ്ട, അതൊക്കെ സ്നേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഷെയറിങ് എന്ന് പറഞ്ഞാൽ ഉള്ളവൻ ഇല്ലാത്തവനങ്ങ് ഇട്ടുകൊടുക്കലൊന്നും അല്ല ഷെയറിങ്. ഇല്ലാത്തവനും ഷെയർ ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നെ കാണാൻ വന്ന ചെല്ലമ്മ എന്ന് പറഞ്ഞ ഈ തമിഴ് ക്രിസ്ത്യൻസ് ആണ് അവർ കൊണ്ട് തന്ന ഈ പാക്കറ്റ് ഞാൻ കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ച് വീട്ടിനുള്ളിൽ കയറിയില്ല, എൻ്റെ ഭാര്യ അറിഞ്ഞില്ല, അത് ആയിട്ട് നടക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് സ്നേഹം. ഞാൻ ഈ എൻ്റെ വീടിൻ്റെ മുകളിൽ തിളങ്ങുന്ന 2 നക്ഷത്രങ്ങൾ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വലിയ സന്തോഷമുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ ഈ അധരം കൊണ്ട് വർത്താനമൊക്കെ പറയുമെങ്കിലും അതിദരിദ്രരില്ലാത്ത കേരളത്തിൽ ആരെയാണ് സഹായിക്കുക? 64,006 ദരിദ്രരെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രി അവരെ എല്ലാം ദാരിദ്ര്യത്തിൻ്റെ അപ്പുറത്തേക്ക് കടത്തിവിട്ടെങ്കിൽ ഇനി നമുക്ക് ഈ സഹായിക്കാൻ വേണ്ടിയിട്ട് ദരിദ്രനെ തടഞ്ഞു നടക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം വലിയ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ ദരിദ്രരാണ് നമ്മൾ പലരും ഒക്കെ. അപ്പോൾ ഇതുപോലെ ഈ ജോലി കിട്ടി ഞാൻ വരുമ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ പാലക്കാടിന് പോകുന്നത് സേവനം ചെയ്യാനാണ്, അല്ലാതെ ആളുകളുടെ കയ്യിൽ നിന്ന് സേവനം മേടിക്കാനല്ല എന്ന് മറക്കരുതെന്ന് പറഞ്ഞാൽ വിട്ടത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് വലിയ സന്തോഷവും. അല്ലാതെ ഈ കുറേ മദ്യം മേടിച്ച് കുടിക്കുക, ക്രിസ്മസ് അല്ലേ അങ്ങ് അടിച്ചു പൊളിക്കുക, എന്നിട്ട് ആകെ അച്ഛനും അമ്മയും 2 മക്കളും ഉള്ള വീട്ടിൽ 5 ഇറച്ചിക്കറി ഉണ്ടാക്കുക, പന്നി, താറാവ്, കോഴി, ആട്, പിന്നെ സകല ജീവപ്രാണികളെയും കൊന്ന് ഇറച്ചി വെച്ചിട്ട് അതെല്ലാം കൂടെ തിന്നിട്ട് കുറേ മദ്യവും കുടിച്ചിട്ട് നമ്മൾ ഈ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചിട്ടോ ഒന്നും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ അഹങ്കാരവും അർമാദിക്കലും ഒക്കെ മാറ്റി വെച്ചാൽ തന്നെ ക്രിസ്തുവിനോടുള്ള വലിയ സ്നേഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ഈ ക്രിസ്തീയ ഭവനങ്ങളുമായിട്ടും ക്രിസ്മസുമായിട്ടും ഒക്കെ വലിയ വലിയ ആത്മബന്ധമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ സന്ദേശങ്ങളെല്ലാം കേട്ടിങ്ങനെ വളരെ രസിക്കുകയായിരുന്നു. എന്തായാലും ഓമന ടീച്ചർ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തതും അതിൻ്റെ ഈ ക്രിസ്മസിൻ്റെ ആ ഒരു ആ വേർഡിൻ്റെ അർത്ഥം അത് ഇങ്ങനെ എവിടെയൊക്കെയാണ് ക്രിസ്മസ് ട്രീ ജർമ്മനിലുണ്ടായതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പം ഞാനത് പഠിച്ചു. ക്രിസ്മസ് ട്രീ ആദ്യമായിട്ട് ജർമ്മനിയിലാണ് ഉണ്ടായതെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഇപ്പോൾ ഈ തൊഴുത്തൊക്കെ കാലിയായിരിക്കുകയാണ്, കാരണം പശു ഇല്ല അവിടെ. പശുവിനെ വളർത്തലൊക്കെ ഇപ്പോൾ വരുമാനമൊക്കെ കിട്ടി. ലൈഫ് പദ്ധതിയിൽ കേരളത്തിൽ നല്ല വീടൊക്കെ വന്നപ്പോൾ ആദ്യം ഒഴിവാക്കിയത് പശുവിനെയാണ്. അപ്പോൾ ശരിക്ക് ഒഴിഞ്ഞ തൊഴുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കാലിത്തൊഴുത്തുകൾ നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് ഇല്ലാതാകുകയാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഭാഗ്യത്തിന് ഞാനൊക്കെ റിട്ടയർ ചെയ്തു, സ്വസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങിയത് കൊണ്ട് അത് വലിയ ഇതായിരുന്നു. പക്ഷെ ഇന്നത്തെ വൈകുന്നേരം എല്ലാവരും വലിയ പണ്ഡിതരായിട്ട് നല്ല കാര്യങ്ങൾ ധാരാളം പറഞ്ഞു. അതൊക്കെ കേട്ട് എനിക്ക് വലിയ സന്തോഷമായി. പ്രത്യേകിച്ചും ഈ അതിൽ ഉലയനാൻ സാർ പറഞ്ഞ എനിക്ക് ഭയങ്കര ഒരു ഹൃദയം സ്പർശിക്കുന്ന സന്ദേശമായിട്ട് തോന്നി. ജോഷി സാറും വളരെ 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 വിശാലമായിട്ട് ഉള്ളൊരു അർത്ഥത്തിൽ അത് പറയുകയുണ്ടായി. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു. അത് നമ്മൾ ഈ വ്യാഖ്യാനിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാം. കെയറിങ്, ഷെയറിങ്, പങ്കുവെക്കൂ, ദരിദ്രനെ സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദരിദ്രനെ അന്വേഷിച്ച് നമ്മളൊന്നും എവിടെയും പോകണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇവിടെ ദാരിദ്ര്യമുള്ള ആരെങ്കിലും ഉണ്ടോ, ഞാനൊരു ദരിദ്രനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഈ ദൈവം നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നവരെ സഹായിച്ചാൽ മതി എന്ന് എൻ്റെ അഭിപ്രായം. നമ്മുടെ വീട്ടുപടിക്കൽ ഉലയനൻ സാറിൻ്റെ വീട്ടുപടിക്കൽ ഒരു അച്ഛനും മകനും കൂടെ വന്ന് സങ്കടപ്പെട്ട് നിൽക്കുക. ഒരു കേക്ക് കിട്ടിയപ്പോൾ
കണ്ണ് നിറഞ്ഞൊഴുകി എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ അയക്കും നമ്മുടെ അടുത്തേക്ക് സഹായം ആവശ്യമുള്ളവരെ. അല്ല നമ്മൾ റോഡിൽ ഇറങ്ങി നിന്ന് ഞാൻ ഒരു അതിസമ്പന്നൻ ദാ ഇവിടെ നിൽക്കുന്നു, ആരെങ്കിലും ഇവിടേക്ക് വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു പറയേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്ന, നമ്മുടെ മുന്നിലെത്തുന്ന, വീട്ടിലെത്തുന്ന അവരൊക്കെ സഹായം അർഹിക്കുന്നവരാണെന്ന് കരുതിയാൽ മതിയാവും. എന്തായാലും ക്രിസ്മസ് ഗംഭീരമാണ് കേട്ടോ. എനിക്ക് ഇന്ന് കുറച്ച് കേക്കുകളൊക്കെ കിട്ടി. ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള കേക്ക് കിട്ടി, കർഷകശ്രീ കറിയാവളച്ചേട്ടൻ്റെ വീട്ടിൽ നിന്നുള്ള കേക്ക് കിട്ടി. അതേപോലെ കാണിക്കമാത കോൺവെന്റിൽ നിന്ന് കൊടുത്തയച്ച കേക്ക് എൻ്റെ വീട്ടിലെത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ചെല്ലമ്മയുടെ കേക്ക് ഞാനിങ്ങനെ തൂക്കി പിടിച്ച് നടക്കുകയാണ്. ഇനി ഇത് വീട്ടിലേക്ക്, ഇത് അയൽക്കാർക്കൊക്കെ കൊടുക്കുകയുള്ളൂ. ഞാനും ഭാര്യയും കൂടി കേക്കൊക്കെ തിന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആയുസ് അധികം ഉണ്ടാവില്ല. എന്തായാലും സന്തോഷമായി. ഓമൻ ടീച്ചർ, താങ്ക് യു. വളരെ നല്ലതായിട്ട് ഒരു ടോപ്പിക് എടുത്ത് ഇന്നത്തെ ദിവസം അവതരിപ്പിച്ച ഡിഫറെൻ്റ് ആയിട്ടുള്ള അവതരണമായിരുന്നു. ഞാൻ വിചാരിച്ച ഈ പള്ളി പ്രസംഗം പോലൊക്കെ ബോറായിട്ടൊരു അവതരണത്തിന് ഇതാ ഓമന ടീച്ചർ തയ്യാറെടുക്കുന്നു എന്നാണ് വിചാരിച്ചത്. നമ്മുടെ ഈ മനസ്സിനക്കരെ സിനിമയിൽ ഷീല പറയില്ലേ, അച്ഛോ അച്ഛൻ്റെ പ്രസംഗം ഭയങ്കര ബോറായിരുന്നു, ഞാൻ അവിടുന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അല്ലാത്ത ഒരു ഗംഭീര അവതരണം. അതിന് നല്ല പണ്ഡിതരായിട്ടുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ട് അത് സപ്ലിമെന്റ് ചെയ്ത് അങ്ങനെ ഗംഭീരമാക്കി ഇന്നത്തെ സന്ധ്യ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് അറിയിക്കുകയാണ് ഓമന ടീച്ചർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് വത്സലമാമുണ്ട്, അബ്ദുൽ സാർ ഉണ്ട്. അബ്ദുൽ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ജോർജ് സാർ പറഞ്ഞല്ലോ അല്ലേ? സാബു സാർ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ? പിന്നെന്താ. സുധോധനൻ സാർ, ആ ചെല്ലമ്മയോടെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കണേ. വൈകുന്നേരത്തെ ഞങ്ങളുടെ ഈ വൈകുന്നേരത്തെ കൂട്ടായ്മയിൽ കുറച്ചു പേരുണ്ടെന്നും അവരുടെ ഒരു സ്നേഹം തീർച്ചയായിട്ടും അവരറിയിക്കും. പാവം. അവരോടൊന്നും ഞാൻ വാക്ക് പറയില്ല സാർ, ഞാൻ അവർക്കൊക്കെ സേവനം കൊടുക്കുകയുള്ളൂ. ഇത് കൈക്കൂലിയല്ല, അവരുടെ സാറിന് തന്നിരിക്കുകയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മളെ ക്രിസ്മസിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ചെയ്ത സേവനത്തിന്റെ യേശു ക്രിസ്തു പറയുന്ന പോലെ ഐ ആം കെയിം ടു സെർവ് നോട്ട് ടു ബി സെർവ്ഡ് എന്നാണ്. അപ്പൊ ആ ഒരു മഹത്തരം, അതാണ് ആ സ്നേഹം തുളുമ്പുന്ന ഒരു ദിവസമാണല്ലോ ക്രിസ്മസിന്. അപ്പം മറ്റുള്ളവർക്ക് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാം അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. ഒരു സെക്കൻഡ് സാർ, ശുദ്ധോധന സാർ, ഇന്ന് നമ്മളൊരു ടൗണിൽ പോയി നിന്ന് പാവങ്ങളുണ്ടോ എന്ന് ചോദിക്കണ്ട. നമ്മുടെ ഈ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആരെയെങ്കിലും മനസ്സിൽ കരുതിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ടീച്ചറെ, നമ്മളെ വീടിന് ചുറ്റുമുണ്ട്, നമ്മൾ കാണാത്തോണ്ടാ. നമ്മൾ കരുതിയോ, ഓരോരുത്തരും കരുതിയോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അത് ഇന്നത്തെ ഒരു ദിവസം കാണുന്നവരല്ല, ഇന്ന് വരെ നമ്മൾ ഈ ക്രിസ്മസിന്റെ കെയർ ഓഫിൽ നമ്മൾ ഇതിന് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെ, സുധാൻ ഡോക്ടർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ അങ്ങ് അന്വേഷിക്കേണ്ട, ആവശ്യമുള്ളവരെ ദൈവം കൃത്യമായിട്ട് പറഞ്ഞു വിട്ടോളൂ. പറഞ്ഞു വിടുന്നവരെ കെയർ ചെയ്യാൻ നമ്മളെ കൊണ്ടാകുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ന് തന്നെ ഇന്നാവണമെന്നില്ലല്ലോ സാർ. ഇല്ല, എനിവേ ഏത് ദിവസവും അത് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന അതെ നമുക്ക് ഫുൾഫിൽ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. അതൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും അല്ലേ, ഇത് നമ്മളിലേക്ക് തന്നെ തിരിയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് കണ്ടന്റ്മെന്റ്, സംതൃപ്തി കുറഞ്ഞ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്ന പോലെ ചെയ്യും. വേറെ ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വിശക്കുമ്പോ ആഹാരം കിട്ടുമ്പോ പറയുന്നില്ലേ, യേശുദാൻ അപ്പത്തിന്റെ രൂപത്തില്, വിശക്കുന്നവന്റെ മുമ്പിൽ അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടാന്നത്. ശരിയാണ് സാറേ. അതെ, നമ്മള് സിൻസിയറായിട്ട് മനസ്സ് തുറന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ജ്യോതികുമാർ സാർ വന്ന് സോറി പറഞ്ഞു പോലെ അങ്ങനെയൊന്നും വേണ്ട. സാർ യു ആർ പാർട്ട് ഓഫ് ദിസ് ഷെയർ, അതിനകത്ത് പാർട്ടായി കഴിഞ്ഞു, ഷെയർ ചെയ്യപ്പെട്ടു. റോയ് സാർ ഓടി വാ. റോയ് സാർ കേൾക്കാമോ? വത്സല മാം, ജോർജ് ഐസക് സാർ, അബ്ദുൽ സാർ, റോയ് സാർ എത്തിയോ? ഓക്കെ, അപ്പൊ നമുക്ക് സാറേ ഒറ്റ ഒരു 2 മിനിറ്റ്. പിന്നെ ഞാൻ കൊറോണ സമയത്ത് ഇവിടെ ഒരു കടയും തുറക്കൂല. ആ സമയത്ത് മോൻ അന്നേരം ക്യാബിൻ ക്രൂ ആയിരുന്നു എയർ ഇന്ത്യയിൽ. അപ്പൊ ഒരു ദിവസം അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ട്രെയിനിൽ വരുമ്പോ വന്ന ഉടനെ നമ്മളോട് ചോദിക്കുന്നത്,
മമ്മി എന്താ ഉണ്ടാക്കി വെച്ചത്? ഞാൻ പറഞ്ഞു ചപ്പാത്തിയും കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതൊക്കെ പാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ട്രെയിൻ മിസ്സായ ഒരാള് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ സ്ഥലം കൊടുക്കും, പക്ഷെ ഫുഡ് കിട്ടൂല എന്ന് അയാളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെയും കൂട്ടിയിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാനാണ് ചോദിച്ചത് എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. അങ്ങനെയാണ് സാറേ നമ്മള് ഇപ്പം ഓമന മാം പറഞ്ഞ പോലെ അതെങ്ങനെയായാലും അവിടത്തേക്ക് എത്തും ആ സംഭവം. അതാണ് കറക്റ്റായിട്ട് മുന്നിൽ കൊണ്ട് അത് ക്രിസ്മസിന്റെ അന്ന് മാത്രം അല്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത രീതിയാണ്, ഇന്നൊരു ദിവസമല്ല ക്രിസ്മസ്. അതിന്റെ തത്വം ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കാം. റോയ് സാറെ കേൾക്കാമോ? റോയ് സാർ ഉണ്ടോ? എനിക്കിന്ന് സന്തോഷമുള്ളതാണ്. ഇന്നലെ ഇന്നുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കും. ഇന്നലെ നമ്മുടെ വിവാഹ വാർഷികമായിരുന്നു. ഇന്ന് അതുകൊണ്ട് ക്രിസ്മസ് ഡേ നമ്മളൊരു ടൂർ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ചെയ്യാം അല്ലേ? അപ്പൊ താങ്ക് യു ഓമന ടീച്ചർ, താങ്ക് യു ജോഷി സാർ, ജ്യോതികുമാർ സാർ, രമാദേവി മാം, ലേനൻ സാർ, ജോർജ് സാർ, അബ്ദു മാഷ്, ജോർജ് സാർ, ജോർജ് ഐസക്, വത്സല മാം ആൻഡ് റോയ് സാർ, എല്ലാവർക്കും. അതുപോലെ സുധാൻ ഡോക്ടർ ഓൾറെഡി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മനസ്സിന് തോന്നട്ടെ അല്ലേ? ബാക്കി എല്ലാ റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, മനസ്സൊന്ന് തീരുമാനിച്ചാൽ മതി. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് തിരുക്കുറളുമായിട്ട് വീണ്ടും കാണാം. സീ യു, ബൈ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്, സീ യു.